ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ മാത്സ് ഒട്ടും അറിഞ്ഞുകൂടാത്തവർക്ക് PSC പരീക്ഷ അതുപോലെ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ വന്ന് അവർ ആൻസർ ചെക്ക് ചെയ്തത് കറക്റ്റാണോ എന്ന് സൊല്യൂഷൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അവർക്ക് ആ കറക്റ്റ് ആൻസർ ആയിരിക്കത്തില്ല കിട്ടുന്നത്. അതിൻ്റെ റീസൺ എന്തെന്ന് വെച്ചാൽ മാത്സിലെ ചില പ്രോബ്ലങ്ങൾ ചെയ്യുന്നതിന് ചില ഓർഡറുണ്ട്. ആ ഓർഡർ അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. അന്നേരം ഓർഡർ ഓഫ് ഓപ്പറേഷൻസ് ആണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക. നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം ഇതുപോലെ നമുക്കൊരു ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നെന്നിരിക്കട്ടെ. 5 മൈനസ് 3 ഇൻറ്റു 4 ഡിവൈഡ് 8 എന്ന് പറയുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. എക്സാമിന് നോക്കുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. മാത്സ് ഒരു പക്ഷേ അറിയാത്തവരാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത്? ഈ 5 മൈനസ് 3 അവരെഴുതി നോക്കുമ്പം 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി അതിൻ്റെ ബാലൻസ് ഉള്ള 2 ഇൻറ്റു 4 ഡിവൈഡ് 8. വീണ്ടും അവർ നോക്കുമ്പം 2 ഇൻറ്റു 4 8 ഡിവൈഡ് 8. എന്നിട്ട് 8 ഡിവൈഡ് 8 എന്ന് പറഞ്ഞാൽ 8/8 ആണ്. അതിൻ്റെ ഫ്രാക്ഷണൽ രൂപം എന്ന് പറഞ്ഞാൽ 8/8 ആണ്. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. അത് എഴുതുകയാണെങ്കിൽ 8/8 ഈക്വൽ ടു 1 എന്ന് കിട്ടും. അവർ നോക്കുമ്പോൾ ഓപ്ഷനകത്ത് 1 ഓപ്ഷനുണ്ട്. കറക്റ്റായിട്ട് ആൻസർ ചെയ്ത് അല്ലെങ്കിൽ കറുപ്പിക്കാനാണെങ്കിൽ നമ്മൾ കോളം കറുപ്പിച്ച് മാർക്ക് ചെയ്ത് സന്തോഷമായിട്ട് പോകും. പക്ഷേ ഇത് റോങ് ആൻസറാണ്. ഇത് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് 5 മൈനസ് 3 ഇൻറ്റു 4 ഡിവൈഡ് 8 എന്ന് എഴുതിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ 4 ഡിവൈഡ് 8 നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അന്നേരം ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ഒരു 5 മൈനസ് 3 ഇൻറ്റു 4/8. 4 ഡിവൈഡ് 8ൻ്റെ ഫ്രാക്ഷണൽ രൂപമാണ് 4/8 എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വെട്ടാൻ പറ്റും. അതായത് 4ഉം 8ഉം അടങ്ങുന്ന സംഖ്യയാണ്. 4നകത്ത് ഒരു ടൈം, 8നകത്ത് 2 ടൈം. അന്നേരം അങ്ങ് ഡയറക്റ്റ് തന്നെ വെട്ടാൻ പറ്റും. 4 1 ടൈം, 8നകത്ത് 2 ടൈംസ്. അന്നേരം ഇത് എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? 5 മൈനസ് 3 ഇൻറ്റു 1/2. 3 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ 3.5. അതാണ് അതിൻ്റെ അർത്ഥം. 5 മൈനസ് 3 ആൻഡ് 1/2 നമുക്ക് എങ്ങനെ എഴുതാം? 3/2 എന്ന് എഴുതാം. 3/2 എന്ന് പറഞ്ഞാൽ 3.5യുടെ പകുതി 1.5 ആണ്. 5 മൈനസ് 1.5. അതിനെ 1.5 നമുക്ക് എഴുതാം. ഇതിനെ നമുക്ക് 3/2നെ ചെറുതാക്കുമ്പോൾ കിട്ടുന്നതാണ്, ഭാഗിക്കുമ്പോൾ കിട്ടുന്നതാണ് 1.5 എന്ന് പറയുന്നത്. അത് എളുപ്പത്തിൽ നമുക്ക് കാൽക്കുലേഷൻ നടത്തി, നിങ്ങൾ മുതിർന്നവരാണ്, PSC കാറ്റിന് മുതിർന്നവരാണ്, അവർക്ക് അന്നേരം കാൽക്കുലേഷൻ 5ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 4 ആണ്. 4ൽ നിന്ന് 1/2 പോയി കഴിഞ്ഞാൽ 3.5 ആണ്. 3 ആൻഡ് 1/2 എന്നോ 3.15 എന്നോ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് തിരഞ്ഞെടുത്ത് എഴുതണം. അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അന്നേരം അത് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിവിഷനൊക്കെ ഉണ്ടെങ്കിൽ, ഇൻറ്റൂനും ഡിവിഷനും ഒരേ പ്രാധാന്യമാണ്. ഡിവിഷൻ ഉണ്ടെങ്കിൽ അത് അതുപോലെ ചെയ്ത് വരിക. അല്ല നമ്മൾ എഴുതി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ തെറ്റായിരിക്കും. ഒരു പക്ഷേ ഓപ്ഷൻ അങ്ങനെ ഉണ്ടാവും. ചെയ്യുന്നവരിങ്ങനെ ചെയ്യുന്നവരുണ്ട് എന്നറിയാം. ആരും അറിയാതെ നമ്മൾ പെട്ടെന്ന് ഓർഡർ അനുസരിച്ച് അങ്ങ് ചെയ്യും. ഒരു മാറ്റവും വരുത്താതെ 5ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ കാൽക്കുലേറ്റ് ചെയ്യും. 5ൽ നിന്ന് 3 പോയി 2, 2 × 4 8, 8 ഡിവൈഡ് 8 1 വേഗം ആൻസർ ചെയ്യാനായിരിക്കും നോക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്താൽ നമ്മൾ ചെയ്യുന്ന ആൻസർ തെറ്റാണ്. അതുപോലെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. ഇതുപോലെ വേറൊന്ന് നോക്കാം. നമുക്ക് 4 സ്ക്വയർ പ്ലസ് 9 ഇൻറ്റു 28 ഡിവൈഡ് 7 എന്നാണ് കിടക്കുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം 4ൻ്റെ സ്ക്വയർ നമുക്കിവിടെ ആദ്യമേ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. 4 സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം? 16. 4ൻ്റെ സ്ക്വയർ 16. സ്ക്വയർ കണ്ടുപിടിക്കുന്ന ആ സംഖ്യ ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 ഇൻറ്റു 4 16 ആണ്. പ്ലസ് 9 ഇൻറ്റു 28 ഡിവൈഡ് 7 വരുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ എന്ത് ചെയ്യണം? ഡിവൈഡ് 7 ആകുമ്പോഴത്തേക്ക് 28/7, അല്ലെങ്കിൽ ഇൻറ്റു എഴുതിട്ട് 7ൻ്റെ റെസിപ്രോക്കൽ എഴുതണം. 7ൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എന്തുവാണ്? 1/7 ആണ്. എല്ലാ നമ്പേഴ്സിനും, അത് 1 2 3 4 5 6 എന്ന് പറയുന്ന എല്ലാ നമ്പേഴ്സും അതിൻ്റെ ഡിനോമിനേറ്റർ 1 ഉണ്ട്. എന്നാൽ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/5, 1/6, 1/7, 6ൻ്റെ റെസിപ്രോക്കൽ 1/6, 10ൻ്റെ ആകുമ്പോൾ 1/10. അങ്ങനെ തിരിച്ച് 1/10ൻ്റെ റെസിപ്രോക്കൽ ആണെങ്കിൽ എത്രയാണ്? 10 ആണ്. 2/3 ഒരു ഫ്രാക്ഷൻ നമ്പർ ആയിക്കോട്ടെ. 2/3 ആണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ 3/2. അങ്ങനെ ആയിരിക്കണം നമ്മൾ റെസിപ്രോക്കൽ കണ്ടുപിടിക്കാൻ. അല്ലാതെ 8 എന്ന് പറയുമ്പോൾ റെസിപ്രോക്കലോ
ഇന്ന് ആലോചിക്കാനുള്ള സമയമില്ല. 8 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഡിനോമിനേറ്റർ 1 ഉണ്ട്. അന്നേരം നമ്മൾ റെസിപ്രോക്കൽ 1/8 പറയുക. അതുപോലെ ഇവിടെ 7 ആണുള്ളത്. 7ൻ്റെ റെസിപ്രോക്കലാണ് 1/7 എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വെട്ടാൻ പറ്റും. എന്നാൽ 7ൻ്റെ മൾട്ടിപ്പിളാണ് 28. എന്നാൽ 7ഉം 28ഉം ഇട്ട് നമുക്ക് വെട്ടാം. അന്നേരം വെട്ടുമ്പോൾ 7 ഒരു ടൈം, 28 4 പ്രാവശ്യം. ഓക്കെ, ഇനി 16 അവിടെ കിടക്കട്ടെ. 16 + 9 അവിടെ ചെയ്യരുത്. ഇൻറ്റുവിന് പ്രാധാന്യം കൊടുത്ത് ഇൻറ്റുവിനെ ചെയ്യണം. ഇത് 9 × 4 എത്ര വരും? 36. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇതിപ്പോൾ 10th പ്ലേസുകൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് അയക്കാം. 30, ഇത് 36, ഇത് 16. 36ഉം 16ഉമാണ് നമുക്ക് ആഡ് ചെയ്യണം. 36ഉം 16ഉം ഒന്ന് ആലോചിച്ചത് 30ഉം 10ഉം 40, 6ഉം 6ഉം 12. അന്നേരം 52 നമുക്ക് ആൻസർ കിട്ടും അല്ലേ? 40, 52. ഓക്കെ, അങ്ങനെ നമുക്ക് ആൻസർ കിട്ടും. അതുപോലെ നിങ്ങൾ ചെയ്യാൻ പഠിക്കണം. ഇതുപോലെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. വേറൊരു ഭാഗം വരുന്നത് നോക്ക്. വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കുന്നത് വെച്ചാൽ 60 - 4 / 2 × 5 - 1 × 5 - 1. അവിടെ ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടോ? അന്നേരം ആ ബ്രാക്കറ്റിനകത്തുള്ള സംഖ്യ മാത്രം കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നമുക്കറിയാൻ പറ്റും. അത് നമുക്കറിയാവുന്ന ബ്രാക്കറ്റ് ഉള്ളത് ചെയ്യുക. നമുക്ക് ബ്രാക്കറ്റ് ഇടാത്ത സന്ദർഭത്തിലാണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മോളിൽ പറഞ്ഞ പോലെ വരുമ്പോൾ ചെയ്യാൻ നമുക്ക് തെറ്റുന്നത്. ഇവിടെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യാം? 60 അതുപോലെ ആയിക്കോട്ടെ, -4 / 2 × 5 - 1 എന്ന് പറഞ്ഞാൽ 4. ഓക്കെ അല്ലേ? അതുപോലെ എഴുതി. അടുത്ത 60 - 4 × ഡിവിഷൻ അങ്ങ് മാറ്റി ഞാൻ ഇൻറ്റു ആക്കി. അന്നേരം എന്ത് ചെയ്യണം? ഈ സംഖ്യ റെസിപ്രോക്കൽ എഴുതണം. 2ൻ്റെ റെസിപ്രോക്കൽ 1/2 × 4. ഇനി നമുക്ക് വെട്ടാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വെട്ടാൻ പറ്റും. ഈ 2ഉം ഇവിടുത്തെ ഈ 4 2 ഒരു ടൈം, 4 2 ടൈംസ്. ഇനി 4 × 2 8 വരും. അന്നേരം ഇവിടെ ഒരു 60 കിടപ്പുണ്ടായിരുന്നു. -4 × 4 × 1 4 തന്നെയാണ്, × 2 8. 60 - 8 എന്ന് പറഞ്ഞാൽ എത്ര വരും നമുക്ക്? 60ൽ നിന്ന് 8 പോകണം അല്ലേ? 52 അവിടെ ആൻസർ വരുന്നത്. 52 എന്ന് ആൻസർ കിട്ടും. അതുപോലെ കുറച്ച് കണക്കുകൾ ഇതുപോലുള്ള ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പക്ഷേ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ്? എളുപ്പത്തിൽ ചെയ്ത് വരുമ്പോഴത്തേക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. അത് ഈ കുറച്ച് പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്ത് നോക്കി തന്നെ നിങ്ങൾ പഠിക്കണം. വേറൊരു ക്വസ്റ്റ്യൻ വരുന്നിരിക്കട്ടെ. ഇങ്ങനെ 20 / 1/2 × 2 ഇങ്ങനെ വന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഡിവിഷന് റെസിപ്രോക്കൽ ഇൻറ്റു കൊടുക്കുമ്പോൾ 20 ആ ഡിവിഷൻ മാറ്റി ഇൻറ്റു കൊടുത്തപ്പോഴത്തേക്ക് 1/2ൻ്റെ റെസിപ്രോക്കൽ 2 ആണ് അല്ലേ? പിന്നെ ഒരു 2 ഓടുണ്ട്, 2 എഴുതും. ഈ സംഖ്യകൾ വേഗം മൾട്ടിപ്ലൈ 20 × 2 × 2 20 × 2 × 2 വേഗം അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നടക്കാതെ 0 അവിടെ കിടക്കട്ടെ. 20 എന്ന് പറഞ്ഞാൽ 2 × 10 ആണ്. നമുക്കറിയാം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ആൻസറിൻ്റെ കൂടെ 0 ഇട്ട് കഴിഞ്ഞാൽ ആൻസർ കിട്ടുമെന്ന് അറിയാം. അന്നേരം 2 × 2 4, 4 × 2 8 എഴുതി. ഇവിടെ ഒരു 0 ഉണ്ടായിരുന്നു. ആ 0 കൂടെ ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആൻസർ ആയി കഴിഞ്ഞു. സ്പീഡിന് ആ കണക്കും ചെയ്ത് തീർക്കാൻ പറ്റും. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുള്ളതാണ്. ഇത് 8 / 4 / 8 / 4 ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പം എല്ലാം ഡിവിഷനാണ്. അന്നേരം നമുക്ക് തോന്നി എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംശയം വരും. ആദ്യം നമുക്ക് ഇത് 8 / 4 എടുക്കാം. നമ്മളിപ്പം പഠിച്ചതുപോലെ ഇപ്പം ഞാൻ മോളിൽ പറഞ്ഞതുപോലെ ചെയ്യുമ്പോൾ 8 ഇൻറ്റു കൊടുത്ത് 4ൻ്റെ റെസിപ്രോക്കൽ എഴുതി 1/4 എഴുതി. ബാക്കിയുള്ള തന്നേക്കുന്ന അതുപോലെ നമ്മളങ്ങ് എഴുതി. അതിന് യാതൊരു മാറ്റവും വരുത്തണ്ട, അതുപോലെ അങ്ങ് എഴുതി. ഇനി ഇവിടെ 8 × 1/4 നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വെട്ടാൻ പറ്റും. 4 4 1 ടൈം, 8 2 ടൈം. അന്നേരം ഇവിടെ കിട്ടിയത് എങ്ങനെയാണ്? 2 ആണ് കിട്ടിയിരിക്കുന്നത്. അതൊന്നുകൂടെ നമ്മൾ ആവർത്തിച്ച് എഴുതിയ 2 / 8 / 4. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 ഇൻറ്റു കൊടുത്തിട്ട് 8ൻ്റെ റെസിപ്രോക്കൽ 1/8 എഴുതി. മറ്റതിൻ്റെ കൂടെ ഉള്ളത് മാറ്റമൊന്നും വരുത്താതെ നമ്മൾ അതുപോലെ അങ്ങ് എഴുതണം. അല്ല, അവിടെ ഇപ്പം തന്നെ ചെയ്ത് പോകണ്ട. നിങ്ങൾക്ക് മനസ്സിലാക്കി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റെപ്പായിട്ട് നമുക്ക് പറയുന്നത്. അന്നേരം ഇവിടെ നമുക്ക് വെട്ടാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഇവിടെ ഈ 2 8-നകത്ത് അടങ്ങും. അന്നേരം 2 എത്ര ടൈമാണ് 8 അടങ്ങുന്നത്? 4 ടൈമാണ്. അന്നേരം അത് 4 എഴുതി. ഇത് വെട്ടി 1 ടൈം. 1 × 1 1 ആണ്. 1 / 4 അതുപോലെ എഴുതി. ഇനി നമുക്കുള്ളത് ഡിവിഷൻ 4 ആണ് ഇവിടെ കിടക്കുന്നത്. അതുപോലെ എഴുതി. അതിനുശേഷം എന്ത് ചെയ്യണം? 1/4. ഇനി ഡിവിഷൻ കിടക്കുമ്പോൾ ഇൻറ്റു ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ റെസിപ്രോക്കൽ എടുക്കണം. 4ൻ്റെ റെസിപ്രോക്കൽ 1/4 ആണ്. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് 1 ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ എഴുതുക.
1 × 1 1, 4 × 4 16, 1/16 ആണ് ആൻസർ. നിങ്ങൾ സ്പീഡപ്പ് ചെയ്ത് പഠിച്ചു എന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്പീഡപ്പായിട്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇതുപോലെ മാത്സ് അറിഞ്ഞുകൂടാത്ത അവർ കുറേ പ്രോബ്ലംസ് ഇതുപോലെ എടുത്ത് ചെയ്ത് നോക്കുക. എന്നിട്ട് ആൻസർ കീ ഉണ്ടാവുമല്ലോ, ആൻസർ കീ ആയിട്ട് കമ്പാരിസൺ നടത്തി നിങ്ങൾ എഴുതിയ ആൻസർ ശരിയാണോ എന്ന് നോക്കിയതിന് ശേഷം തെറ്റായാൽ ഞാൻ ചെയ്ത രീതി എന്താണ് എനിക്ക് വന്നേക്കുന്ന മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വീണ്ടും അത് ചെയ്ത് നോക്കണം. അന്നേരം ഈ ഓർഡർ ഓഫ് ഓപ്പറേഷൻസിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇനിയും നമുക്ക് കൂടുതൽ പ്രോബ്ലങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ അടുത്ത ഒരു വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും. താങ്ക്സ്.